iPhone 15 ഡിസൈനാണ് നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? തീർത്തും എങ്ങനെയാണെന്നല്ല. iPhone 11 ഒക്കെ വന്നപ്പോൾ നമുക്കറിയാം ഒരു കെർബ്ഡ് സംഭവമൊക്കെ ആയിട്ട് സൈഡൊക്കെ ആ രീതിയിലൊക്കെയാണ് വന്നത്. ബട്ട് iPhone 12 വരുമ്പോൾ ബോക്സി ഡിസൈനിലേക്ക് വന്നു. പഴയ ഐഫോണിന്റെ ഒരു മോഡൽ അവർ പുതിയതിലേക്ക് കൊണ്ടുവന്നു. അത് നന്നായിട്ടുണ്ടായിരുന്നു. ഒരുപാട് കമ്പനികൾക്ക് അതിനെ കോപ്പി ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. ബോക്സി ഡിസൈൻ നന്നായി. ഇപ്പോൾ ദാ ഒരു കെർവ് കൊടുക്കാൻ പോവാണ് അതിൻ്റെ താഴെ, അതായത് ഇതിൻ്റെ റിയർ സൈഡിൽ ഒരു കെർവ് കൊടുക്കാൻ പോവാണ്. ഈ ഒരു ട്വിറ്റർ അക്കൗണ്ടിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ഈ ട്വിറ്റർ അക്കൗണ്ടിനെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം iPhone 14 സീരീസ് വരുമ്പോൾ അതിനകത്ത് ഈ ഡൈനാമിക് ഐലൻഡിന്റെ സംഭവം ഉണ്ടല്ലോ, പഞ്ച് ഹോൾ, അത് ആ രീതിയിലാണ് വരുന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ ആൾക്കാരാണ് ഇവരൊക്കെ. സോ അതുകൊണ്ട് ഈ ഒരു സംഗതിയും വേണമെങ്കിൽ വിശ്വസിക്കാം. സോ ബാക്ക് പാനലിൽ ഒരു ചെറിയ കെർവ്, അതിൻ്റെ സൈഡിൽ ഷാർപ്പ് ആയിരിക്കില്ല, കെർവ്ഡ് ആയിരിക്കും. സോ അപ്പോൾ ഏകദേശം iPhone 5C പോലെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ എന്നാണ് പറയുന്നത്. ഏകദേശം ആ രീതിയിൽ, അത്രയും വൃത്തികേടായിരിക്കില്ല. സോ ഇല്ല, അതിന് ഫാൻസ് ഉണ്ടാവും കേട്ടോ. സോ അത് വൃത്തികേടെന്നല്ല, ആ ഒരു സ്റ്റൈൽ ആയിരിക്കില്ല, എങ്കിലും ഒരു ചെറിയ കർവ് വരും. അതാണ് ഒരു മേജർ ഡിഫറൻസ് ആയിട്ട് iPhone 15ലേക്ക് വരുമ്പോൾ ഡിസൈൻ ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് അറിയുന്നത്. ഇനി ടൈപ്പ് സി പിന്നെ കൊണ്ടുവരാണ്ട് നിവൃത്തിയില്ല. കാരണം നിയമങ്ങൾ മാറുകയാണ്, നമ്മുടെ നാട്ടടക്കം നിയമം മാറാൻ പോവാണ്. സോ അതുകൊണ്ട് ടൈപ്പ് സി എന്തായാലും വരും. അവരൊരു ചേഞ്ച് കൊണ്ടുവരും എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതായത് iPhone 15 Plus ഇതിൽ ലൈറ്റ്നിങ് മാറ്റിയിട്ട് ടൈപ്പ് സി വെക്കും. അതായത് USB 2.0 സ്പീഡ് തന്നെ ഉണ്ടാവുള്ളൂ. ആ ഒരു നോർമൽ ലൈറ്റ്നിങ് ആയിരിക്കും. ബട്ട് പ്രോ മോഡലുകളിലേക്ക് വരുമ്പോൾ സംഗതി പ്രോയാണ്. തണ്ടർ ബോൾട്ട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. തണ്ടർ ബോൾട്ടിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ടോപ്പ് ലെവൽ സ്പീഡാണ്. അതൊരു ഗംഭീര ചേഞ്ച് ആയിരിക്കും, ഒരു സംശയമില്ല. കാരണം ആ ഒരു ക്യാമറയുടെ ഫുൾ പവറിൽ വീഡിയോ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു ലൈറ്റ്നിങ് പോർട്ട് വെച്ചുകൊണ്ട്. സോ ഈ തണ്ടർ ബോൾട്ട് വരികയാണെങ്കിൽ ഗംഭീര സ്പീഡായി വളരെ ഈസി ആയിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് പറ്റും. ചാർജിങ് മാത്രമല്ല, ഈ ഡാറ്റ ട്രാൻസ്ഫറിങ്ങിനാണ് അവിടെ ഏറ്റവും അധികം ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ തണ്ടർ ബോൾട്ടിന്റെ ആവശ്യകത അവിടെയാണ് വരുന്നത്. സോ ചാർജിങ് സ്പീഡ് കൂടുമെന്ന് എനിക്കറിയില്ലെങ്കിലും തണ്ടർ ബോൾട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് USB 3.1 ഉണ്ടെങ്കിലും ഫാർ ബെറ്റർ ആണ്. നമുക്ക് 10 GB വരെയുള്ള സ്പീഡ് കിട്ടും. ഇപ്പോഴത്തെ അവസ്ഥയിൽ MB മാത്രമേ ഉള്ളൂ, GB ഒന്നും തികയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു USB-Cയിലേക്ക് മാറുമ്പോൾ പ്രോ മോഡലുകൾ പ്രോ ലെവലിലായിരിക്കും. പിന്നെ ഒരു നല്ല കാര്യം കേൾക്കുന്നത് iPhone 15 സീരീസ് വരുമ്പോൾ 15ലും 15 Plusലും ഡൈനാമിക് ഐലൻഡ് ഉണ്ടാവും. അതായത് ആ ഒരു സംഗതി ഇപ്പോൾ അതിൽ മിസ്സിംഗ് ആണല്ലോ. അവിടെ നമുക്ക് നോർമൽ നോച്ചാണ്. പക്ഷെ അത് 15 Plus വരുമ്പോൾ ഇതിലും ഡൈനാമിക് ഐലൻഡ് ഉണ്ടാവും എന്നുള്ള വാർത്തയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ 120 Hz ഒന്നും കിട്ടില്ല. അപ്പോഴും 60 Hz തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. കാരണം അത് ലിമിറ്റഡ് ആണത്രേ. പ്രോ മോഡലുകൾക്ക് മാത്രമുള്ളതാണ് ഈ പ്രൊമോഷൻ ഡിസ്പ്ലേ. ഇതിൽ നോർമൽ ഡിസ്പ്ലേ തന്നെയായിരിക്കും, പക്ഷേ ഡൈനാമിക് ഐലൻഡ് കിട്ടും. നിങ്ങൾ ഹാപ്പി ആയോ? അതൊരു നല്ല ചേഞ്ച് ആണ് കേട്ടോ, മോശം പറയാനില്ല. അതൊരു നല്ല അട്രാക്റ്റീവായ സംഭവമാണ്. അത് ബേസ് മോഡലിലേക്കും വരുമ്പോൾ ഒരു ഏറെക്കുറെ സിമിലർ ആയ ഒരു ലുക്ക് കിട്ടും പ്രോയും ബേസും തമ്മിൽ. പിന്നെ iPhone 15ന്റെ കാര്യങ്ങൾ പറയാൻ ഇത് വളരെ നേരത്തെ അല്ല, ഇത്ര നേരത്തെ ലീക്ക് പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലീക്ക് വന്നു കഴിഞ്ഞു. കാര്യം ഞാനും iPhone 14 Pro സീരീസിൻ്റെ ഒക്കെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ് എടുത്ത് വെച്ചതാ. ഇപ്പോൾ Apple TV 4K പുതിയതിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രേ ആയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും 15ന്റെ ഒരുപാട് വിവരങ്ങളാണ് വരുന്നത്. വന്ന വിവരങ്ങൾ ഇത് മാത്രമല്ല, ഇനിയുണ്ട്. അതായത് 5x ഒപ്റ്റിക്കൽ സൂം, ആ ഒരു സംഗതി കൂടി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 5x to 10x വരെയുള്ള ഒപ്റ്റിക്കൽ സൂം, പെരിസ്കോപ്പിക് ലെൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒപ്റ്റിക്കൽ സൂം ഇതിൽ വരുമെന്നാണ് പറയുന്നത്. നമ്മുടെ S22 Ultra പോലെ ആ ഒരു സംഗതി അടുത്ത 15 Pro Plus എന്നല്ല പറയുന്നത്, അൾട്ര, iPhone 15 Ultra ആ ഫോണിൽ ഈ പറയുന്ന പെരിസ്കോപ്പിക് അടക്കമായിരിക്കും വരിക എന്നാണ് പറയുന്നത്. പെരിസ്കോപ്പിക് സൂമിംഗ് സെറ്റപ്പ്. പക്ഷെ ഒരു ദുഃഖവാർത്ത എന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാമറ അത് പഴയപടി തന്നെയായിരിക്കും. ചെറിയ സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫ്രണ്ട് ക്യാമറയിൽ ഒരു മാറ്റം ഉണ്ടാവില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് പേര് സെൽഫിയാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ ആ സെൽഫിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ? മോശമൊന്നല്ല കേട്ടോ, ഇപ്പോൾ ഉള്ളത് മോശമാണെന്നൊന്നുമല്ല, ഇല്ല അതിലും കുറേ കൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരാമായിരുന്നു. പിന്നെ അടുത്തൊരു കാര്യമായി ചേഞ്ച് എന്ന് പറയുന്നത് iPhone 15ന്റെ വോളിയം ബട്ടണുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ബട്ടണുകളായിരിക്കില്ല. അത് സ്റ്റേബിളായ ഒരു നോർമൽ ഒരു ഫിസിക്കൽ ബട്ടൺ അവിടെ ഉണ്ടാവും. പക്ഷെ അത് പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ബട്ടൺ. പക്ഷെ അവിടെ പിന്നെ എങ്ങനെ ഓപ്പറേഷൻസ് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വോളിയം കൂട്ടലും കുറയ്ക്കലും എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അവിടെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിലത്തെ സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്കോട് കൂടി ഈ സംഗതി സൗണ്ട് കൂടും കുറയും. അവിടെ പ്രസ് ചെയ്യുന്ന ബട്ടൺ ഉണ്ടാവില്ല. ആ രീതിയിലാണ് സംഭവം വരുന്നത്. ടച്ച് കൺട്രോൾ ആ രീതിയിലാണ് ഇതിൻ്റെ വോളിയം ബട്ടൺ വരിക എന്നാണ് കേൾക്കുന്നത്. സോ അതും ഒരു ആവശ്യമുള്ള ചേഞ്ച് ആണോ? എങ്കിലും അങ്ങനെ ചേഞ്ച് ഉണ്ടെന്ന് കേൾക്കുന്നു. പിന്നെ അവിടെ ഒരു നല്ല കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാറ്റിക് ബട്ടൺ കൊടുക്കുമ്പോൾ ആ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഒന്നുകൂടി സ്ട്രോങ് ആവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി 2 എക്സ്ട്രാ മോട്ടോർ കൂടി കൊടുത്തുകൊണ്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നുകൂടി ബെറ്റർ ആക്കുമെന്നാണ് പറയുന്നത്. ഓൾറെഡി ടോപ്പ് ലെവൽ ക്വാളിറ്റിയാണ് കേട്ടോ, ഇപ്പോൾ ഒന്നുകൂടി ബെറ്റർ ആക്കുമെന്ന് പറയുന്നുണ്ട്. സോ അത് നന്നായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ യൂഷ്വൽ ആയിട്ടുള്ള അപ്ഗ്രേഡ് A17 പുതിയ പ്രൊസസ്സറും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷേ ആ ബേസ് മോഡലുകളിൽ ഈ വർഷത്തെ A16 എടുത്ത് വെക്കും. പ്രോ മോഡലുകളിലേക്ക് പുതിയ A17 വെക്കും. അത് തന്നെയാണ്. അതിപ്പോൾ ഈ വർഷം സംഭവിച്ച പോലെ അടുത്ത വർഷം സംഭവിക്കും. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. സോ അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും iPhone 15നെ കുറിച്ച് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ചേഞ്ചുകളൊക്കെ നന്നായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ടൈപ്പ് സി വെച്ചിട്ട് അതിൽ തണ്ടർ ബോൾട്ട് വെക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു നല്ല കിടിലൻ അപ്ഡേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതാണ് ഒരു വലിയ അപ്ഡേറ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾ പറ. എനിക്ക് എന്തായാലും കണ്ടതിൽ നിന്നും വലിയ കുഴപ്പമില്ല, എങ്കിലും ഭയങ്കര ഒരു ഡ്രാസ്റ്റിക്കായ ഗംഭീര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും പറയാനൊന്നും തോന്നിയില്ല.
കൂടുതൽ ഇൻഫർമേഷൻസ് വരട്ടെ, എന്തെങ്കിലുമൊക്കെ പുതിയ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ അറിയാൻ കഴിയും. എന്തായാലും ഇപ്പോഴേക്ക് അറിഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. ഒരു കാര്യം കൂടിയും, VR, ആപ്പിളിൻ്റെ VR ഹെഡ്സെറ്റാണ് ഈ വർഷത്തെ ഏറ്റവും അധികം ആൾക്കാരെ കാത്തിരിക്കുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ലോഞ്ച് എന്ന് പറയുന്നത്. അവരെന്തിറക്കിയാൽ ഒരു നല്ല ക്വാളിറ്റിയിൽ ഇറക്കുമെന്ന് നമുക്കറിയാം. ഈ VR ഒരു വെറൈറ്റി അനുഭവമായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. ഞാനും നോക്കാം എങ്ങനെയുണ്ടാവുന്നു. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ iPhone 15 വീഡിയോ. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്ന വീഡിയോ കുറിച്ച്? അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.